ലൈല മജ്നുവിൻ്റെ പ്രണയകഥ കേട്ട് രാജാവ് ഭടന്മാരോട് പറയുന്നുണ്ട്, ഇത്രമാത്രം സുന്ദരിയായൊരു പെണ്ണോ എൻ്റെ രാജ്യത്ത്, എനിക്ക് അവളെ ഒന്ന് കാണണം, അവളെ ഒന്ന് കൂട്ടിയിട്ട് വരുമോ എന്നുള്ളത്. അങ്ങനെ ഭടന്മാർ പോയി ലൈലയെ കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് വരുന്നു. കൊട്ടാരത്തിലെത്തിയ ലൈലയെ കണ്ട രാജാവ് പറയുന്നുണ്ട്, ഇവളൊരു സാധാരണ പെൺകുട്ടിയല്ലേ, എന്താണ് ഇതിന് മാത്രം പ്രത്യേകതയുള്ളത് എന്ന് രാജാവ് ചോദിക്കുമ്പം അതിന് ലൈല കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ലൈലയുടെ സൗന്ദര്യം എന്താണെന്ന് അറിയണമെങ്കിൽ അത് മജ്നുവിൻ്റെ കണ്ണിലൂടെ കാണണം എന്നുള്ളത്. പണ്ടൊക്കെ നമ്മൾ തമാശ രൂപത്തിൽ കേട്ടൊരു വാചകമുണ്ട്, അവനവൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കാണണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ജനാലിൽ പോയി നോക്കണം എന്നുള്ളത്. പലപ്പോഴും മറ്റുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായി തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് അത്രമാത്രം ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഭംഗി എന്താണ് ഇത്രമാത്രം ഭംഗിയുള്ളതെന്ന് കാണണമെങ്കിൽ നമ്മൾ അപ്പുറത്തിരിക്കുന്ന അതിനെ സ്നേഹിക്കുന്നവരുടെ കണ്ണിലൂടെ അത് നോക്കിക്കാണുമ്പോഴത് മനസ്സിലാവുള്ളൂ. പലപ്പോഴും നമുക്ക് നമ്മുടെ അപ്പുറത്തുള്ള മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ഇറങ്ങി അവരുടെ പേഴ്സ്പെക്റ്റീവിലിരുന്ന് കാഴ്ചകളെ കാണണം എന്നുള്ളതാണ്. പലപ്പോഴും പല റിലേഷനുകളും ബ്രേക്ക് ആവുന്നതിൻ്റെ ഒരു കാരണങ്ങളിലൊന്നും എനിക്ക് തോന്നുന്നു നമുക്ക് അപ്പുറത്തിരിക്കുന്നവരുടെ പേഴ്സ്പെക്റ്റീവിലൂടെ കാഴ്ചയിലൂടെ നമുക്ക് പലതും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കാഴ്ചയിലൂടെ മാത്രം ചില കാഴ്ചകൾ കാണുമ്പോൾ നമുക്കതിന് അർത്ഥങ്ങളൊന്നും തോന്നില്ല, നമുക്കത് എടുക്കാൻ പറ്റണം എന്നില്ല. പലപ്പോഴും നമുക്ക് അപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യനെ സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ, അവരുടെ ശരികളെ കാണാൻ പറ്റണമെങ്കിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നിറങ്ങി അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ, അപ്പുറത്തുള്ള മനുഷ്യരുടെ പേഴ്സ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ കാണുമ്പോൾ കുറേ കൂടി നമുക്ക് ചിത്രങ്ങൾ ക്ലിയർ ആവും എന്നുള്ളതാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളോടും അതിനേക്കാൾ മുമ്പ് എന്നോടും എനിക്ക് പറയാനുള്ളത്, അവനവൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കാണാതെ കാഴ്ചകളെ അപ്പുറത്തിരിക്കുന്ന മനുഷ്യൻ്റെ പേഴ്സ്പെക്റ്റീവിലേക്ക് കൂടി കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.